ശ്രീഭദ്ര വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രത്യേകമായിട്ടുള്ളൊരു യാത്രയാണ് പോകുന്നത്. നമ്മുടെ KSRTC ആനവണ്ടിയിൽ ഒരു ഉല്ലാസയാത്ര. അത് പോകുന്നത് നമ്മൾ കാന്തല്ലൂരാണ്. അപ്പോൾ എല്ലാവർക്കും കാന്തല്ലൂരിലെ കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ കാത്തു നിന്ന് നമ്മുടെ ഉല്ലാസയാത്രയ്ക്കുള്ള ബസ് ഇവിടെ സ്റ്റാർട്ടിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതിലെ സീറ്റ് നോക്കി കയറാം. എങ്ങനെയുണ്ട് യാത്ര എന്നുള്ളത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മുടെ KSRTC ബസ്സിലുള്ള കാഴ്ചയാണ്. ഇതിന് എല്ലാ സീറ്റും ഫുള്ളാണ്. ഏകദേശം ആൾക്കാരൊക്കെ ഈ ഒരു ഉല്ലാസയാത്ര വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. നല്ല റഷാണ്. നമുക്ക് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട്. അപ്പം നമ്മുടെ കാന്തല്ലൂർ ട്രിപ്പ് യാത്ര പുറപ്പെടാണ്. നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് ചാലക്കുടി ഡെപ്പോന്നാണ് കേട്ടോ. രാവിലെ 6 മണിക്ക് യാത്ര ഞങ്ങൾ ആരംഭിച്ചതാണ്. ഏറ്റവും നല്ല ടൂർ പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡെപ്പോ ആണ് നമ്മുടെ ചാലക്കുടി ട്രാൻസ്പോർട്ടിൻ്റെ ഡെപ്പോട്ടോ. ഈ ബസ്സിൽ മൊത്തത്തിൽ ഒരു 51ഓളം യാത്രക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഷാഹിറിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. ഷാഹിറിൻ്റെ വിവാഹ മംഗളാശംസകൾ വൈഫിനും പറയാം. എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുമ്പുപാലത്തുള്ള ഒരു ഹോട്ടലിൻ്റെ അടുത്താണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അടുത്ത യാത്ര. ഹലോ, ഞാനിപ്പോൾ ഇരുമ്പുപാലത്താണ്. ഇരുമ്പുപാലത്ത് ഇവിടെ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വന്നതാണ്. റോയൽ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ ഇവർക്ക് കുറച്ച് നിർബന്ധം. എൻ്റെ ചാനലിൽ അവർക്ക് എല്ലാവരും മുഖം കാണിക്കണം, പേര് പറയണം. ചേട്ടൻ്റെ പേരെന്താണ്? ഷിയാബ്. എന്താ ചെയ്യണേ? ഹോട്ടലാണ്. എവിടെയാണ്? ഇരുമ്പാലത്താണ് അല്ലേ? അപ്പൊ ഇന്ന് വർക്കിംഗ് അല്ലേ? ജമാല്. എന്ത് ചെയ്യണേ? ഹോട്ടലിൽ വർക്ക് ചെയ്യണോ? ഇയാളോ? ഓ, അങ്ങനെയാണോ? ടോപ്പ് ചായ എടുക്കുന്ന ആളാണ് ജമാൽ. കല്ലേരി ജമാൽ അല്ലേ? ഫേമസ് ആണ് അല്ലേ? പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇയാളുടെ പേരെന്താ? ഇയാളുടെ പേര്? പൊറോട്ട മാസ്റ്റർ. എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ശ്രീഭദ്ര വ്ളോഗ്സ് എസ് ലാസ്റ്റ് ഉണ്ട്. അതില്ലെങ്കിൽ ആള് മാറിപ്പോവും കേട്ടോ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇങ്ങനെ യാത്രകൾ കണ്ടമാനം ചെയ്യുന്ന ആളാണ്. നമ്മുടെ ഈ KSRTC ട്രിപ്പ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ കൂടെ ഒരു യാത്ര വന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അങ്ങനെ നമ്മുടെ ആദ്യത്തെ വ്യൂ പോയിന്റ് എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ബസ് അപ്പോൾ ഇവിടെ ചീയപ്പാറ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അത് കാണാനായിട്ട് എല്ലാവരും ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ മനോഹരമായ കാഴ്ചകൾ എന്താണെന്നുള്ളത് കാണാം. നമ്മൾ ചീയപ്പാറ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. എത്ര ഹൈറ്റിൽ നിന്നാണ് വെള്ളം വരുന്നതുണ്ടോ? ഒരുപാട് ഉയരത്തിൽ നിന്നാണ് സ്റ്റെപ്പായിട്ട് വെള്ളം ഇങ്ങനെ വരുന്നത്. ഇപ്പം മഴക്കാലം അല്ലാത്ത കാരണം വെള്ളത്തിൻ്റെ ഫ്ലോ ഒത്തിരി കുറവാണ്. എന്നാലും നല്ല മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണാനുള്ളത്. അപ്പോൾ ചീയപ്പാറയിലെ അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഞങ്ങൾ മൂന്നാർ റൂട്ടിലേക്ക് യാത്ര തിരിച്ചു. ചുറ്റിലുമുള്ള കാഴ്ചകൾ അതിമനോഹരം എന്ന് പറഞ്ഞാൽ തീരില്ല. നമ്മുടെ KSRTCയിലെ 2 ജീവനക്കാരും അടിപൊളി ഡ്രൈവേഴ്സാണ്. അത് കാരണം അവർ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ ചുറ്റിലും കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ നമുക്ക് നല്ല വിശദീകരണവും നൽകുന്നുണ്ടായിരുന്നു. ഈ പോകുന്ന വഴിയിലെ ഭംഗിയെ കുറിച്ചിട്ട് പറയേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏത് ഭാഗത്തേക്കാണ് നമ്മൾ നോക്കേണ്ടതെന്ന്. നമുക്ക് രൂപമില്ലാത്തൊരവസ്ഥയിലാവും. അത്രയും ഭംഗിയാണ് ഇവിടെ എങ്ങോട്ട് നോക്കിയാലും കാണുന്ന കാഴ്ചകൾ. ഇനി ബസ്സിനകത്തെ കുറച്ച് കാഴ്ചകൾ കാണാം നമുക്ക്. നമ്മുടെ അടിച്ചുപൊളി പാട്ടും ഡാൻസും ആസ്വദിക്കാം. എല്ലാവരും നല്ല വൈബിലാണ്. ഓക്കെ,
സാറേ ഗുഡ് മോർണിംഗ്. ഞാൻ ഈ KSRTCയുടെ മുമ്പൊരു യാത്ര പോയിരുന്നു, വാഗമണ്ണ യാത്ര. അത് നല്ല അടിപൊളിയായിരുന്നു. അതിന്റെ ആ ഒരു ഇംപ്രഷനിലാണ് എനിക്ക് വീണ്ടും വീണ്ടും ഈ യാത്രകൾ ചെയ്യണം എന്നുള്ള ഒരു ഇത് വന്നിട്ട് ഞാൻ പിന്നെ യാത്രയിൽ വന്നിട്ടുള്ളത്. സാറിന് എന്താണ് നമ്മുടെ ഈ കാണുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുള്ള ഒരു മെസ്സേജ് ഈ യാത്രയെ കുറിച്ചിട്ട്? നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ പറ്റുക, സേഫായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഒരാൾ കൂട്ടില്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പോകാം. സേഫാണ്. പിന്നെ എല്ലാവർക്കും എൻജോയ് ആയിരിക്കും ഈ ട്രിപ്പ്. അതാണ് ഞങ്ങളുടെ ട്രിപ്പിന്റെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ചാലക്കുടി. ഈ ട്രിപ്പ് ബഡ്ജറ്റ് ടൂറിസം ആദ്യമായിട്ട് തുടങ്ങിയത് ചാലക്കുടിയിൽ നിന്ന് തന്നെയാണ്. ഇപ്പോഴും അത് ഏറ്റവും മികച്ച രീതിയിൽ നടക്കുന്നത് ചാലക്കുടി തന്നെയാണ്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പരിമിതികൾ ഒക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. എന്നാലും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ഈ വിനോദയാത്രയുടെ ഇത് തുടക്കം മുതൽ ഈ ട്രിപ്പിലുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി ഏകദേശം? ഈ കൊറോണക്ക് ശേഷമാണ് ഈ ബഡ്ജറ്റ് ടൂറിസം ആരംഭിച്ചത്. സർക്കാർ കൊറോണ വന്നതിന് ശേഷം ജനങ്ങളെല്ലാം വീട്ടിലിരുന്ന് മടുത്തപ്പോൾ കേരള സർക്കാർ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു പദ്ധതിയാണ്. അതിൽ KSRTCക്ക് ഒരു അവസരം കിട്ടി. അത് നല്ല രീതിയിൽ KSRTC അത് വിനിയോഗിച്ചു. കൂടുതൽ ഇതിൽ വന്ന ആൾക്കാർ വീണ്ടും വീണ്ടും ഞങ്ങളുടെ ട്രിപ്പിന്റെ പ്രത്യേകതയാണത്. ഒരു പ്രാവശ്യം വന്നവർ തന്നെയാണ് വീണ്ടും വീണ്ടും വരുന്നത്. അവര് പിന്നെ മറ്റുള്ളവരുടെ അടുത്ത് ഞങ്ങളെ പ്രൊമോട്ട് ചെയ്ത് വീണ്ടും ആളുകൾ ഇതിലേക്ക് എത്തിച്ചേരുന്നത്. ആദ്യം ചാലക്കുടിയിൽ മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പൊ എല്ലാ ഡിപ്പോകളിലും ഇത് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഇതിലെ 2 ജീവനക്കാരും വളരെ മറ്റുള്ളവരായിട്ട് നന്നായി ഇടപെടുന്നതും നല്ല ഫ്രണ്ട്ലി ആയതുകൊണ്ട് അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് കൂടുതൽ ആൾക്കാർ വീണ്ടും വീണ്ടും ഇതിലേക്ക് അട്രാക്ഷൻ വരുന്നത്. എന്തായാലും സാറ് നന്ദി, സന്തോഷം. ഇനിയും ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്യാൻ ഞാനും ശ്രമിക്കാം. സാറും ഇതിലുള്ള ആൾക്കാർക്ക് നല്ല നല്ല അനുഭവങ്ങൾ കൊടുക്കുക. ഓക്കെ, താങ്ക് യു സാർ. നമ്മുടെ ഇവിടെ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയാണ്, ഫാമിൻ്റെ കേരള ഫാം. ബിഗ്ഗസ്റ്റ് സ്പൈസ് ഗാർഡൻ ഇൻ കേരള കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ സ്പൈസ് ഗാർഡൻ ആണെന്ന് പറയുന്നത് കേരള ഫാം. അവിടെയുള്ള ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്തെങ്കിലും ചോക്ലേറ്റ് നമുക്ക് വാങ്ങാറുണ്ട്. ഫാക്ടറിയിൽ നല്ല തിരക്കാണ്. എല്ലാവരും ചോക്ലേറ്റ് വാങ്ങിക്കണ ഒരു തിരക്കിലാണ്. അപ്പോൾ ഈ കേരള ഫാമിൽ നിന്ന് നമ്മൾ ചോക്ലേറ്റ് കാര്യങ്ങൾ ഇതൊക്കെ വാങ്ങി ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ യാത്രകൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കച്ചവടക്കാരെയും ബിസിനസ്സുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങി പോകണം എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാവരോടും പറയാനുള്ളത്. ഇത് മൂന്നാറിനടുത്തുള്ള ചിത്തിരപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ചോക്ലേറ്റ് ഫാക്ടറി ഒക്കെ വരുന്നത്. നമ്മുടെ ഈ ചിത്തിരപുരത്ത് തന്നെ ഈ ചോക്ലേറ്റ് ഫാക്ടറിയിൽ വന്നപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ട്രീ ഹൗസൊക്കെ കണ്ടു. അപ്പോൾ ജസ്റ്റ് അത് കാണാനൊരു കൗതുകം തോന്നി. അപ്പോൾ അതൊന്ന് കയറി കാണുകയാണ്. കൂടെ ഞാൻ ഷൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മരത്തിൻ്റെ വീടാണെന്നേ ഉള്ളൂ. എല്ലാം ബാക്കി ജനലും കതകും എല്ലാം നമ്മുടെ സാധാരണ വീട് പോലെ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. നല്ലൊരു അടിപൊളി വൈബാണ് കേട്ടോ. ഇവിടെ ചുറ്റും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു പ്രത്യേക തരം അറ്റ്മോസ്ഫിയറും നല്ലൊരു തണുപ്പും ഒക്കെ ആയിട്ട് നമുക്ക് എത്ര സമയം ഇവിടെ ഇരുന്നാലും മതിയാവാത്ത പോലത്തെ ഒരു അവസ്ഥ നമുക്ക് തോന്നും. ഈ കേരള ഫാമിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമുക്ക് ആയുർവേദ മെഡിസിൻസ് കിട്ടുന്ന സ്ഥലവും പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള സ്പൈസസ് അതിൻ്റെയൊക്കെ ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് വാങ്ങുന്ന ആയുർവേദിക് മെഡിസിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു. ഇനി നമ്മുടെ പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലേക്കുള്ള പെൻസ്റ്റോക്ക് പോകുന്നതായിട്ട് കാണാം കേട്ടോ. മൂന്നാറിൽ നിന്ന് പോകുന്ന പെൻസ്റ്റോക്കിൻ്റെ കാഴ്ച ദാ ഇപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ദാ ഈ കാണുന്നതാണ് പെൻസ്റ്റോക്ക്, മൂന്നാറിൽ നിന്ന് പള്ളിവാസലിലേക്ക് പോകുന്നത്.
ഏതാണ്ട് നമ്മൾ മൂന്നാർ എത്താറായിട്ടുണ്ട്. ഇവിടെ നിറച്ചും തേയിലയുടെ ഫാക്ടറികളും കാര്യങ്ങളുമാണ്. റൈറ്റ് സൈഡിലുള്ള വ്യൂ കണ്ടോ, എന്ത് രസമല്ലേ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ മൂന്നാർ ബസ് സ്റ്റാൻഡിലെത്തി. KSRTCയുടെ നമ്മുടെ മൂന്നാറിലുള്ള KSRTCയുടെ സ്റ്റേ ആണ്. വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ഇവിടെ രാത്രി റൂമൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതിനകത്ത് നല്ല കംഫർട്ടബിളായിട്ട് എല്ലാ സൗകര്യത്തോടും കൂടി നമുക്ക് ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാനായിട്ട് സാധിക്കും. നീല കളറിലുള്ള ബസ്സാണ് കേട്ടോ, സ്റ്റേ ബസ്. അതിൽ 150 രൂപയാണ് ഒരാൾക്ക് വരുന്നുള്ളൂ. മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് നല്ല കംഫർട്ടായിട്ട് സ്റ്റേ ചെയ്യാം. എയർ കണ്ടീഷൻഡ് ആണ്. ഇവിടുത്തെ പ്രകൃതിയുടെ കാഴ്ച മാത്രമല്ല, ഇവിടുത്തെ നമ്മുടെ റോഡൊക്കെ നല്ല അടിപൊളി റോഡാട്ടോ. കുറ്റം പറയണ്ടല്ലോ, നല്ല അടിപൊളി റോഡാണ്. നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് കാന്തല്ലൂർ വരെ ഏതാണ്ട് ഒരു 150 കിലോമീറ്ററോളം യാത്രയുണ്ട് കേട്ടോ. ഏകദേശം ഒരു 6 മണിക്കൂറിൻ്റെ അടുത്ത് വരും. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങണതും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ സമയം എടുക്കണ കാരണമാണ് കുറച്ച് നമ്മൾ എത്തുമ്പോൾ ഒരു 2 മണിയൊക്കെ ആവും. 6 മണിക്ക് നമ്മൾ രാവിലെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാന്തല്ലൂർ എത്താനായിട്ട്. ഇപ്പം നമ്മൾ മൂന്നാർ ടൗൺ എത്തിയിട്ടുണ്ട് കേട്ടോ. മൂന്നാർ ടൗണാണ് ഈ കാണുന്നത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഏതാണ്ട് ഒരു 50 കിലോമീറ്ററോളം കൂടി പോകണം. അതായത് ഏതാണ്ട് ഒരു 2 മണിക്കൂറിൻ്റെ അടുത്ത് യാത്ര വരും. നമുക്ക് പിന്നെ എത്ര സമയം ഈ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണെങ്കിലും നമുക്ക് ഒരു ബോറടി ഫീൽ ചെയ്യില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ട് നോക്കിയാലും അത്രയും മനം കുളിർക്കുന്ന കാഴ്ചകളാണ് ചുറ്റിലുള്ളത്. ഇനി നമ്മൾ ഈ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് കേട്ടോ ആനമുടി വ്യൂ പോയിന്റ് എന്ന് പറയും. അതാണ് ഈ കാണുന്നത് റൈറ്റ് സൈഡിൽ. നമ്മുടെ ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ ഒരു വില്ലേജാണ് കാന്തല്ലൂർ കേട്ടോ. നമ്മുടെ കേരളം തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമപ്രദേശമാണെന്ന് പറയാം ഈ കാന്തല്ലൂർ. കാന്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വിവിധ തരം ഫാമുകളുണ്ട്. ആപ്പിളിൻ്റെ, ഓറഞ്ചിൻ്റെ, സ്ട്രോബെറി, ബ്ലാക്ക്ബെറി, അങ്ങനെ ഒരുപാട് സംഭവം കേട്ടോ. അതുപോലെ തന്നെ ഹണി റോക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ ഒരു കല്ലുമ്മ നിറച്ച് തേനീച്ച വന്ന് കൂട് കൂട്ടിയിരിക്കണ ഒരു കാഴ്ചയൊക്കെ നമുക്ക് അവിടെ ഫോഗില്ലാത്ത സമയമാണെങ്കിൽ കാണാൻ സാധിക്കും. ഇനി കാണുന്നതാണ് കേട്ടോ ലക്കം വാട്ടർഫോൾസ്. ഇവിടെ വെള്ളമൊന്നും സാധാരണ സമയങ്ങളിൽ അധികം ഉണ്ടാവില്ല. നല്ല മഴക്കാലമൊക്കെ ആണെങ്കിൽ മാത്രമാണ് നല്ല വെള്ളം ഉണ്ടാവുള്ളൂ. എന്നാലും ഇവിടെ സഞ്ചാരികളെല്ലാവരും പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഇറങ്ങി കണ്ടിട്ടാണ് എല്ലാവരും പോകാറുള്ളത്. പിന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ആപ്പിൾ ഉണ്ടാവുന്ന ഏക സ്ഥലമാണ് കേട്ടോ ഈ കാന്തല്ലൂര്. നമ്മുടെ കണ്ണൻദേവൻ പ്ലാന്റേഷൻ്റെ ഒരു ഔട്ട്ലെറ്റിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ചായല വേണ്ടവർക്കൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ചായല ഇവിടെ കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ട് റേറ്റും പിന്നെ അതിൻ്റെ ക്വാളിറ്റി, ഫസ്റ്റ് ക്വാളിറ്റി അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഒന്ന് നോക്കാം. നമ്മുടെ ഈ തേയിലക്കാടുകളുടെ ഭംഗി ഇതാണ്. കുറച്ച് തേയിലാണ് കേട്ടോ ചുറ്റും. ഇത്ര നല്ലൊരു ഫ്രെയിം വേറെ ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഫ്രെയിമാണ് ഈ ഭാഗം ഫുള്ളായിട്ട് വരുന്നത്. ഞങ്ങളെല്ലാവരും ഒരു നല്ല ഫോട്ടോ സെഷനുള്ള പുറപ്പാടിലാണ് കേട്ടോ. ഐ ലവ് മറയൂർ. അങ്ങനെ ഞങ്ങൾ മറയൂരെത്തി. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു. ഇത് കംപ്ലീറ്റ് 2 സൈഡിലും ചന്ദനക്കാടുകളാണ് കേട്ടോ. ഇത് ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ്. പിന്നെ ഇവിടെ നിന്നുള്ള യാത്രയുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്സിൽ നമുക്ക് ഇനി യാത്ര തുടരാൻ പറ്റില്ല. നമ്മൾ ജീപ്പിലാണ്, ഓഫ് റോഡാണ് ഇനിയുള്ള യാത്ര.
ആദ്യം നമ്മൾ പോകാൻ പോകുന്ന വ്യൂ പോയിന്റ് ആണ് മുരുകൻമല. നമ്മുടെ ഈ ഓഫ് റോഡ് യാത്ര തിരഞ്ഞെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ മാത്രം ഇതിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, മുരുകൻമലയിൽ വന്നിറങ്ങിയാൽ നമ്മൾ കാണുന്ന ലോകം വ്യത്യസ്തമാണ് കേട്ടോ. ഒരു വേറെ ലോകത്ത് വന്ന് ഇറങ്ങിയ പോലെ നമുക്ക് തോന്നും. ഇവിടെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഫോട്ടോഷൂട്ട് പരിപാടികൾ, പിന്നെ പലരും ഇങ്ങനെ റീൽസ് എടുക്കാനായിട്ട് ഡാൻസ് കളിക്കൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. മുരുകൻമല എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലത്താണുള്ളത്. അതിൻ്റെ കാഴ്ചകൾ കാണാം. മുരുകൻമല എന്ന് പറയുന്ന അതിശയിപ്പിക്കുന്ന ഒരു മലയുടെ മുകളിൽ നിന്നിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ പിന്നെ കുറേ മുനിയറകളൊക്കെ കണ്ടു കേട്ടോ. അത് അത്യാവശ്യം പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. മറയൂരിൽ നിന്നും കാന്തല്ലൂർക്ക് പോകുന്ന വഴിയിൽ കോവിൽക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇരച്ചിൽപ്പാറ എന്ന് പറയുന്ന വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതാണ് കാണാൻ പോകുന്നത്. അങ്ങനെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. സഞ്ചാരികളുടെ നല്ല തള്ളിക്കയറ്റുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കാണ്. ജീപ്പ് കുറച്ച് ദൂരെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് നടന്ന് ഇങ്ങോട്ട് എത്തണം. നമ്മുടെ ഇരച്ചിൽപ്പാറ വാട്ടർഫോൾസ് ആണ് കാണുന്നത്. നല്ല അടിപൊളിയാണല്ലേ കാഴ്ച. മഴക്കാലമല്ലാത്ത കാരണം കുറച്ച് വെള്ളമേ ഉള്ളൂ. നല്ല മഴക്കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ശക്തിയായിട്ട് വെള്ളം വീണ് കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ആ സമയം ഒന്ന് ശ്രദ്ധിച്ചാൽ അടിപൊളിയായിരിക്കും ഇവിടുത്തെ കാഴ്ച. വാട്ടർഫോൾസിൻ്റെ അവിടെയാണ് അതുപോലെ നമുക്കപ്പോൾ കാന്തല്ലൂരുള്ള സ്ട്രോബെറിയുടെ ഫാം കാണാം. ഫാമാണ്. നല്ല രസമായിട്ടുണ്ടല്ലേ ഇവിടെ സ്ട്രോബെറിയുടെ തൈകൾ നട്ടുപിടിച്ചുകൊണ്ട് കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ട്രോബെറി തോട്ടം കാണുന്നത്. ഈ ഫാമിനോട് ചേർന്ന് തന്നെ ഇവരുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ജാം, ജ്യൂസ്, അച്ചാർ ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ആവശ്യക്കാർക്ക് അത് വാങ്ങാം. സ്ട്രോബെറികളുടെ വിളവെടുത്ത് കഴിഞ്ഞു അടുത്ത ഫാമിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പോൾ സീസണല്ല, നെക്സ്റ്റ് സീസണിലേക്കുള്ള ഫാമിംഗ് ആണ് ഇവിടെ സ്ട്രോബെറിയുടെ കാണുന്നത്. ആകെ കല്ലും മണ്ണുമായിട്ടുള്ള സ്ഥലമായാലും ആ സ്ഥലം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഉള്ള സ്ഥലം അവർ നല്ല ഫാം പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ സ്ട്രോബെറി ഫാം വരുന്നത്. കണ്ടല്ലോ അല്ലേ? ഇവിടുത്തെ ചുറ്റുമുള്ള ഒരു വ്യൂ അടിപൊളിയാണ്, പറയാൻ വയ്യ. അത്യാവശ്യം നല്ല ഫോഗ് കാര്യങ്ങൾ, കോടയൊക്കെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു ആപ്പിൾ തോട്ടം ഇവിടെ കാണാം. ചീനി ഹിൽ റിസോർട്ട് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഫാമിലെ ആപ്പിളിൻ്റെ വളർച്ചയൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ സീസൺ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്, എന്നാലും ചെറിയ തരത്തിലൊക്കെ ഉണ്ട്, നോക്കാം. ഓറഞ്ചിൻ്റെ തോട്ടമാണ് ഈ കാണുന്നത് ഈ സൈഡിലായിട്ട്. ഓറഞ്ച് മൂത്തട്ടില്ല, ചെറുത് ഉണ്ടായിട്ടുണ്ട് ഇവിടെ. സീസൺ കഴിഞ്ഞ് വിളവെടുക്കൽ കഴിഞ്ഞ് പിന്നീട് ഉണ്ടായിട്ടുള്ളതാണ്.
ആപ്പിൾ തോട്ടമാണ് കാന്തല്ലൂരത്തെ. ഇവിടുത്തെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സീസണിലെ നമുക്ക് ഇവിടെ ആപ്പിൾ പഴുത്ത് നിൽക്കണ ഒരു വ്യൂ കാണാനായിട്ട് സാധിക്കുള്ളൂ. അതൊന്ന് നോക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒരു ദിവസം വരണേ. ഇവിടെ നമ്മളുടെ ഭാഗ്യം എന്ന് പറയട്ടെ, ഒരു ഓറഞ്ച് മരത്തിൽ അത്യാവശ്യം 10-20 ഓറഞ്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പഴുത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പൊട്ടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നാലും അവരോട് ചോദിക്കാതെ ചെയ്യണത് ശരിയല്ലല്ലോ. അപ്പോൾ ഇനി അവരോട് ചോദിച്ചിട്ട് ഇത് പൊട്ടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഭയങ്കര ഗ്രീനർ. അങ്ങനെ കൂട്ടുകാരെ, വിചാരിച്ചതിലധികം ഓറഞ്ചുകൾ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നൊരു കാഴ്ച കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. എന്തായാലും ആപ്പിൾ കാണാൻ പറ്റിയില്ലെങ്കിലും ഓറഞ്ച് കണ്ടു. കണ്ടല്ലോ അല്ലേ എല്ലാവരും? എന്ത് ഭംഗിയല്ലേ, ചുമന്ന ഇല, പച്ച ഇല തന്നെയാണ് ഇത്, പക്ഷെ വെയിലും കൊണ്ട് ഇങ്ങനെ ചുമന്ന കളറാവണമെന്ന് തോന്നുന്നു. തുമ്പത്തെ ഇലകളാണ് അല്ലേ കംപ്ലീറ്റ് ഇങ്ങനെ ചുമന്നിരിക്കുന്നത്. ഇത് മാത്രല്ല നിറച്ചുണ്ട്. ഹായ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മളുടെ ഭ്രമരം സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അവിടെയുള്ളൊരു ഏറുമാടം കാണിച്ചു തരാം. ഏറുമാടം കണ്ടിട്ടുണ്ടോ? നമുക്കിനി അതിൻ്റെ മുകളിൽ കയറിയിട്ട് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള എക്സ്പീരിയൻസ് എന്നുള്ളത്. ഇവിടെ ആൾക്കാർ കയറാനായിട്ട് വരിയായിട്ട് നിൽക്കുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ ഒറ്റ ടൈമിൽ കയറാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ലെമൺ ഗ്രാസോ ഈ ലൊക്കേഷനിലുള്ള ഒരു പോയിന്റാണ് കേട്ടോ അത്. ഇവിടെ ഇഞ്ചിപ്പുല്ല് സമൃദ്ധമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ ഇഞ്ചിപ്പുൽ തൈലത്തിന് വേണ്ടിയിട്ട്. ഭ്രമരം ഷൂട്ടിംഗ് പോയിന്റിന്റെ ലൊക്കേഷനാണ് ഈ കാണുന്നതെല്ലാം. ഈ ഷോപ്പ് കണ്ടോ, ഇത് ചെറിയൊരു ഷോപ്പാണ്. ഇവിടുത്തെ ചായ, അതുപോലെ സ്നാക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പെപ്സി, അതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. ഇതിൻ്റെ നിർമ്മിതി കണ്ടോ, ഇതിൻ്റെ ചുമരൊക്കെ ഈ ഇഞ്ചിപ്പുല്ലിൻ്റെ ഇലകൾ ഉണങ്ങിയോണ്ടാണ് ചുമരും അതുപോലെ തന്നെ റൂഫൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നേരെ അത്യാവശ്യം ഇരുട്ടി. ഇനി നമ്മൾ ലാസ്റ്റ് പോയിൻ്റായ നമ്മുടെ മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് പോയിട്ടുള്ളത്. ഇവിടെ ഈ കരിമ്പിൻ്റെ നീര് കംപ്ലീറ്റ് ഈ ചട്ടിയിൽ നിറച്ചിട്ട് 3-4 മണിക്കൂർ അതിലെ വെള്ളമൊക്കെ വറ്റിക്കും. ഈ കരിമ്പിൻ്റെ ചണ്ടി ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇത് തീ പിടിപ്പിക്കുന്നത്. പിന്നെ ഇത് കുറേ സമയം കഴിയുമ്പോൾ ഇതിങ്ങനെ ഉറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുത്തി ഇളക്കിയിട്ട് തൊട്ടപ്പുറത്തായിട്ട് വേറെ ഇത് ഫില്ല് ചെയ്യുന്ന ഒരു ട്രേ പോലൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് ഫുള്ളും ഫില്ല് ചെയ്യും. പിന്നെ അതിലിട്ടിട്ടാണ് ഇത് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് പാക്കിങ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ നടക്കണത്. അപ്പം നമ്മുടെ ഈ കാന്തല്ലൂരിൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്